ഹലോ, ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പം മത്തിയുടെ സീസണാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ മത്തിയുണ്ട്. ചന്തയിലോട്ട് ചെന്നാൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് മത്തി മേടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 2 കഷ്ണമായിട്ട് നുറുക്കി ചട്ടിക്കകത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം സൈസിലൊരു സവാള കൊത്തിപ്പൊടിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്ത് കുനുകുനാന്നരിഞ്ഞിട്ടതിന് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി. നമ്മൾ കൈവച്ച് തന്നെ ഇളക്കണം. സ്പൂൺ എടുത്താൽ ശരിയാവത്തില്ല, കാരണം നമ്മളല്ലാതെ മിക്സിക്കകത്ത് അരയ്ക്കുന്നില്ലല്ലോ. അതിനുശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ, 2 സ്പൂൺ മതി, 2 സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി ആ മത്തിയിലോട്ട് നന്നായിട്ട് ഈ അരപ്പ് പിടിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് വെക്കായോ. അയ്യോ, കുരുമുളക് പൊടി ഇട്ടില്ല, പെട്ടെന്ന് ഇട്ടേരെ. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് അടച്ച് വെച്ച് തീ നല്ല രീതിയിൽ കുറച്ചിടണേ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് തുറക്കണം. വെന്ത് കഴിയുമ്പോൾ അടിപൊളി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് മത്തിപ്പീരയും 2 പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.